ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലീക്കറിൻ്റെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ വേറൊരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക. കാരണം നിങ്ങളിപ്പോൾ മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കാൻ നോക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. കാരണം ഞാൻ ഈ 2 മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തതിൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് ലീക്കറിൻ്റെ ഒരു മെൻസ്ട്രൽ കപ്പായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ യൂസ് ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തോളമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അളവൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഞാൻ പറയാം കേട്ടോ. അപ്പം നമ്മൾ ഏജ് ഒന്നും അല്ല കേട്ടോ നോക്കുന്നത്. പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട് ഇത് ഏജ് നോക്കിയിട്ടാണ് വാങ്ങേണ്ടത്, മീഡിയം ആണോ സ്മോൾ ആണോ ലാർജ് ആണോ എന്നുള്ളത് ഏജ് നോക്കിയിട്ടാണ് വാങ്ങുന്നത് പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട്. പക്ഷേ ഏജ് നോക്കിയിട്ടല്ല അത് വാങ്ങുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണം കഴിയാത്ത ആളുകളാണെങ്കിൽ, കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ സ്മോൾ ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് സെക്ഷൽ ആക്റ്റീവായ ആളുകളുണ്ടാവും, അവരാണ് മീഡിയം യൂസ് ചെയ്യേണ്ടത്. സെക്ഷൽ ആക്റ്റീവായിട്ടും പിന്നെ ഒരു ഡെലിവറി കഴിഞ്ഞവർക്കും മീഡിയം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ 2-3 ഡെലിവറി കഴിഞ്ഞവരും പിന്നെ സെക്ഷൽ ആക്റ്റീവ് ആണെങ്കിലും അവർ യൂസ് ചെയ്യേണ്ടത് ലാർജ് ആണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ വാങ്ങിച്ചത് മീഡിയം ആണ് വാങ്ങിച്ചത്. ലീക്കറിൻ്റെ മെൻസ്ട്രൽ കപ്പാണ് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ അത് ഇത്രയും വലിപ്പം വരുന്നുണ്ട്. കണ്ടാൽ നമുക്ക് വിചാരിക്കും ലാർജ് ആണെന്ന് തോന്നും. മിക്ക ആളുകൾക്കും ഈ മെൻസസ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ പീരിയഡ് ആവുന്ന സമയത്ത് ഭയങ്കര വയറുവേദനയും കാലുവേദനയും ചിലർക്ക് ഛർദ്ദിയൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്കും അങ്ങനെ തന്നെ വയറുവേദനയും കാലുവേദനയും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഒരു ദിവസത്തിൽ കുറച്ച് നേരം ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ട് ആ വേദന സമയത്ത് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ടെങ്കിൽ ആ വേദന മാറും. അത്രയും സമയത്താണ് ആ വേദന ഉണ്ടാവാറ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഉണ്ടാവാറ്. അങ്ങനെ ഞാൻ ഈ ലീക്കറിൻ്റെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു 2-3 മാസം കഴിഞ്ഞപ്പം എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര വേദന വരാൻ തുടങ്ങി. വയറുവേദനയും നാഭിവേദനയും കാലുവേദനയും ഭയങ്കര പെയിനായിരുന്നു. അപ്പം അങ്ങനെ അപ്പോഴൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇത് വെച്ചിട്ടാണെന്നുള്ള ഒരു ഇതും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞു. വേദന സഹിച്ചാലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഈ മെൻസ്ട്രൽ കപ്പിനെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്കിങ്ങനെ തോന്നാൻ തുടങ്ങി, ഇനി ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടാണോ എനിക്കിങ്ങനെ വേദന വരുന്നത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ എനിക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്തായാലും വേറെ വാങ്ങിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ അങ്ങനെ ഓരോ മാസങ്ങൾ കഴിയുന്തോറും വേദനയുടെ ടൈമിങ് കൂടാൻ തുടങ്ങി. ലാസ്റ്റൊക്കെ ആയപ്പോൾ എന്താ പറയുക, 2 ദിവസം എനിക്ക് ഫുൾ ടൈം വേദനയുണ്ട്. കാലുവേദനയും വയറുവേദനയും നാലുവേദനയും നല്ലോണം ബ്ലഡും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ എനിക്ക് ഇത്രയും 2 ദിവസം എനിക്ക് സാധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇനി ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടാണോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ മെൻസ്ട്രൽ കപ്പ് ഒന്ന് മാറ്റി നോക്കാം. ചിലപ്പം അതുകൊണ്ടാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. എന്തായാലും അത്രയും വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലോ, 200 എത്രയിലുള്ള വരുന്നുണ്ടാവുക. അപ്പം ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച മെൻസ്ട്രൽ കപ്പിന് 500 രൂപ 500 രൂപ എങ്ങാണ്ട് ഉണ്ട് കേട്ടോ അതിന്. അങ്ങനെ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇട്ട വീഡിയോസൊക്കെ നോക്കി നല്ല മെൻസ്ട്രൽ കപ്പ് ഏതാണെന്ന് സെർച്ച് ചെയ്തു. അങ്ങനെ ഞാനൊരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചു. സിറോണയുടെ ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചു കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ഇപ്പം ഞാനിത് ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടെ പറയാം. അത് ഞാനിതൊന്ന് കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പൗച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് മീഡിയം സൈസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലീക്കറിൻ്റെ മെൻസ്ട്രൽ കപ്പ് മീഡിയം സൈസ് വരുന്നത് ഇത്രയും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ലാർജാന്ന് തോന്നുന്നുണ്ട്. അവർക്ക് മാറിയതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ലീക്കറിൻ്റെ മെൻസ്ട്രൽ കപ്പ് വെക്കുമ്പോൾ എനിക്ക് ഈ നാവിൻ്റെ അവിടേക്ക് തട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നാവിയൊക്കെ ഭയങ്കര വേദന, നിൽക്കാനും ഇരിക്കാനൊന്നും വയ്യാത്ത അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് ഞാൻ സഹിച്ചിട്ടുണ്ട് വേദന. ഈ പീരീഡ് ആവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഈ 2 ദിവസം ഞാൻ വേദന സഹിക്കണ്ടേ എന്നുള്ള പേടിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ, സിറോണയുടെ മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. കാരണം ഇത് മീഡിയം എന്ന് പറയുമ്പോൾ ഇത്രയും വലിപ്പം വരുന്നുള്ളൂ കേട്ടോ. ഞാൻ ലീക്കറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ചെറുതാണ്. ലീക്കർ ഇത് ഇത്രയും വരുന്നുണ്ട്, ഇത്രയും വലിപ്പം വരുന്നുണ്ട്. പിന്നെ ഇതിന് ചുറ്റോറും ഒരുപാട് ഹോൾസുകളുണ്ട്, ഒരുപാട് ഹോളുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഒരുപാട് ഇങ്ങനെ ചെറിയ ഓട്ടകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിപ്പോൾ വചനയൊക്കെ നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആവും.
അപ്പോൾ നല്ലൊരു മെൻസ്ട്രൽ കപ്പാണ് കേട്ടോ. സീറോണിൻ്റെ മെൻസ്ട്രൽ കപ്പ് നല്ലൊരു മെൻസ്ട്രൽ കപ്പാണ്. ഞാൻ ഒറ്റ തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യും. സി ഫോൾഡ് എന്താ പറയുക, സി ഫോൾഡ്. ഇപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഫോൾഡ് ചെയ്യാറ്. ചില ആളുകൾ ഇതാ ഇങ്ങനെ പുഷ് ഡൗൺ പറയും, ആദ്യം പുഷ് ചെയ്തിട്ട് ജസ്റ്റ് ഡൗൺ താഴോട്ടാക്കാം. ഇങ്ങനെയും ചില ആളുകൾ ഇൻസേർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ച് വലിക്കരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പിടിച്ച് വലിക്കാൻ പാടില്ല എന്നുള്ളത്. ഈ സ്റ്റെമ്മിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗം ഉണ്ടല്ലോ, ജസ്റ്റ് ഇവിടെ നിന്ന് എന്താ പറയുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. നല്ലോണം എല്ലാം ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ പോരും കേട്ടോ. അപ്പോൾ ആരും ഇങ്ങനെ പിടിച്ച് വലിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റിവ്യൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ലീക്കറിൻ്റെ മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ലീക്കറിൻ്റെ മെൻസ്ട്രൽ കപ്പ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ബാഗിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എന്ന് വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെയും അതിൻ്റെയും വലുപ്പം ഞാൻ വലുപ്പം ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പൗച്ചിലാണ് വന്നിട്ടുള്ളത്. അയ്യോ കിട്ടണമെങ്കിൽ അപ്പോൾ ഇതാണ് ലീക്കറിൻ്റെ മെൻസ്ട്രൽ കപ്പ്. ഇത് നമ്മുടെ സീറോണയുടെ മെൻസ്ട്രൽ കപ്പ് കേട്ടോ. ഇത് രണ്ടും സൈസ് സെയിം ആണ്, മീഡിയം ആണ്. കണ്ടപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതിലേറ്റവും വലുതും ഇത് കണ്ടാൽ ലാർജാണെന്ന് ഫീൽ ചെയ്യും, ഇത് കണ്ടാൽ സ്മോളാണെന്ന് ഫീൽ ചെയ്യും. ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്. ഇതിൻ്റെ സൈസാണ്, ഇതിൻ്റെ എന്താ പറയുക റൗണ്ട് ആണെങ്കിലും നല്ല വലിപ്പം വരുന്നുണ്ട്. ഇതിൻ്റെ റൗണ്ട് ആണെങ്കിൽ ചെറിയ സ്മോൾ റൗണ്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ലെങ്ത് ആണെങ്കിലും കണ്ടോ ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ലീക്കറിൻ്റെ മെൻസ്ട്രൽ കപ്പ് ഒരിക്കലും വാങ്ങിക്കാതിരിക്കുക. കാരണം ഞാൻ എൻ്റെ അനുഭവമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.